വൈകുന്നേരത്തെ ചായ കുടിക്കുള്ള ഒരുക്കങ്ങളാട്ടോ അത്. അപ്പോൾ ചായ തിളപ്പിക്കാനായിട്ട് വെച്ചു. ചായയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നപ്പോഴേക്ക് അത് ഓഫാക്കി. ഇനി നമ്മൾ ചായക്ക് ഇന്ന് ഉണ്ടാക്കുന്നത് ഇത് ഏത്തക്ക ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ നെയ്യിൽ വെറുതെ ഫ്രൈ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ വെറുതെ ഫ്രൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ നെയ്യാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. പാലിൻ്റെ പാട് യൂസ് ചെയ്തിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ നെയ്യാണ്. അപ്പോൾ 1 ടേബിൾ സ്പൂൺ നെയ്യ് നമുക്ക് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. എന്ത് ചെയ്തിട്ട് അത് പോരുന്നില്ല, കട്ടയായിട്ടിരിക്കുകയായിരുന്നു കേട്ടോ. കുറേ തട്ടിക്കൊടുത്തതിന് ശേഷമാണ് അത് പാത്രത്തിലേക്ക് വീണത്. ഇനി നമുക്ക് ഏത്തയ്ക്ക 2 സൈഡും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് തീ കൂട്ടിയിടണ്ട, ചെറിയ തീയിൽ 2 സൈഡും ഒന്ന് മുരിച്ചെടുത്താൽ മതി, അല്ലെങ്കിൽ അതങ്ങ് കരിഞ്ഞു പോകും. ഇവിടെ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. ഇതിൻ്റെ കൂടെ കുറച്ച് ശർക്കരയോ അല്ലെങ്കിൽ പഞ്ചസാരയോ തേങ്ങയൊക്കെ ഇട്ടാൽ കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടാകും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ കഴിക്കാൻ. പക്ഷേ ഇവിടെ പിള്ളേർക്ക് അതൊന്നും ഇഷ്ടമില്ല. വെറുതെ ഇങ്ങനെ ഫ്രൈ ചെയ്ത് കൊടുക്കുന്നതാണ് അവർക്കിഷ്ടം. അങ്ങനെ കൊടുത്താൽ അവർ കഴിച്ചോളും. അതുകൊണ്ട് ഞാൻ കൂടുതൽ ഡെക്കറേഷനൊന്നും അതിൽ ചെയ്യാറില്ല. അപ്പോൾ അത് ഈ ചായ നമ്മൾ ആറ്റിയെടുക്കുന്നുണ്ട്. വീഡിയോ ഓണായതിൻ്റെ ഇതുകൊണ്ടാണെന്ന് അറിയത്തില്ല, ചായ കുറച്ച് 1/4 ഗ്ലാസ്സോളം ചായ എൻ്റെ കയ്യിൽ നിന്ന് താഴെ പോയി. സാരില്ല, ചിലപ്പോൾ ഇങ്ങനെ ചില അബദ്ധങ്ങളൊക്കെ നമുക്ക് പറ്റുമല്ലോ. അപ്പോൾ ഇവിടെ ചായ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ, ഇങ്ങനെ അടിച്ച് പതപ്പിച്ച് കുടിക്കണത്. പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ചായ ഇങ്ങനെ അടിച്ചതിന് ശേഷം ഞാൻ ആ പദം മാത്രമായിട്ട് ഇങ്ങനെ പൊക്കി വെച്ച് കൊടുക്കും. അവർക്കത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിങ്ങനെ വലിച്ചു കുടിക്കാനായിട്ട് എനിക്കും ഇഷ്ടമാണത്. അപ്പോൾ എന്നെപ്പോലെ ഇങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞോളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.